ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കഴുത്തിന്റെ ബ്ലാക്ക് കളറിനുള്ള തുടർച്ചയായിട്ടുള്ള വീഡിയോ തന്നെയാണ്. എങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മുടെ കഴുത്തിലുള്ള വരകളും ചുളിവുകളും, അതേപോലെ തന്നെ കൈകാലിലുള്ള ചുളിവുകള്. കൈയൊക്കെ നമുക്കൊരു എന്ത് പറയുന്നത് 10-30 വയസ്സാകുമ്പോൾ തന്നെ ഏകദേശം ഒരു 60 വയസ്സായ മാതിരിയൊക്കെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ചുളിഞ്ഞിരിക്കുക, നമ്മുടെ ഈ ഒരു മുട്ടിന്റെ ഈ ഒരു സൈഡിലൊക്കെ ഭയങ്കര ചുളിവുകൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോയുമാണ് ചുളിവുകൾക്ക് എന്താണ് ഒരു മാർഗം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിന്റെ ചുളിവുകളും അതുപോലെ സാഗിങ്ങും ഒക്കെ മാറ്റാനായിട്ട് ഓയിലിന് മാത്രമേ കഴിയൂ. നല്ല ഒരു ഓയിൽ ബേസ്ഡ് കണ്ടന്റ് ഉള്ള എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ട് മാത്രമേ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ പാടുകൾ മാറ്റാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഒരുപാട് ഓയിലുകളുണ്ട്, നമുക്ക് പരിചയപ്പെട്ട ഒരുപാട് ഓയിലുകളുണ്ട്. പക്ഷേ ഈ ഒരു സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഓയിൽ ബേസ്ഡ് ആൽമണ്ട് ക്രീമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്, ഭയങ്കര ഡ്രൈ സ്കിൻ ആയിട്ട് മുറിച്ചിലൊക്കെ ഉള്ളവർക്ക് സൂപ്പർബായിട്ട് ഫലം ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പല രീതിയിൽ അപ്ലൈ ചെയ്യാം. ഞാനിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഫേസിൽ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യും. ഡെയിലി അല്ല, അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എൻ്റെ എക്സ്ട്രാ ഡ്രൈ സ്കിന്നോ അല്ല, നോർമൽ ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെത്. സംടൈംസ് ചില ഡ്രൈ ആകാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഫേസിൽ, കഴുത്തിലും കൈകളിലും കാലുകളിലും ഒക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഓട്സിന്റെ പൊടി ഉപയോഗിച്ചിട്ട് കഴുകും. സോപ്പ് ഇടത്തില്ല, ഓട്സിന്റെ പൊടി ഉപയോഗിച്ചിട്ട് കഴുകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിടക്കാൻ നേരത്തും അപ്ലൈ ചെയ്യാം. കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഫേസ് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൈകളിലും കാലുകളിലും ശരീരത്തൊക്കെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഉറങ്ങാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ഈ ഒരു എങ്ങനെയാണ് ഇതിന്റെ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബദാമാണേ. ഒരുപാട് ബദാം വേണ്ട, എത്ര എണ്ണം ഉണ്ട്, ഒരു 20 ബദാം, ഇത്രയും മതി കേട്ടോ. ഒരുപാട് ബദാം എടുത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ക്രീമിന് ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഒരു 20 ബദാം ഒന്ന് വെച്ചോളൂ. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 15 ഉള്ളൂ കേട്ടോ, 20. ഒരു 15 ബദാം വേണം. പിന്നെ തൊലിയോടെ തന്നെയാണ് വേണ്ടത്, തൊലി മാറിയിട്ടൊന്നുമില്ല, തൊലിയോടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലാണ്. അല്ലെങ്കിൽ സാധാരണ ഒലിവ് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഒരുമാതിരി ഡാർക്ക് കളറായി പോകും. അതുകൊണ്ട് എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ എവിടെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കാരണമായിരുന്നാലും നമുക്ക് എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിലും വേണം. വിർജിൻ കോക്കനട്ട് ഓയിലും അതും വിർജിൻ തന്നെ ആയിരിക്കണം, നോർമൽ കോക്കനട്ട് ഓയിൽ ആയിരിക്കരുത്. കാരണം നോർമൽ കോക്കനട്ട് ഓയിലും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡള്ളാക്കാനായിട്ട് കാരണം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബദാം ഒന്ന് പൊടിച്ചെടുക്കണം. ബദാം ഒന്ന് പൊടിക്കാം. ആ ഒരു ബദാം മിക്സിയിലോട്ട് ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം വേണം നമ്മളിത് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യം ഞാനൊന്ന് ക്രഷ് ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി പൊടിച്ചതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഓയിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ അരച്ചെടുക്കണം. ഒലിവ് ഓയിൽ 1 സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ, രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. ഞാൻ അരച്ചിട്ട് കാണിക്കാമേ. ഇതിപ്പോൾ നല്ലപോലെ ഒരു ക്രീം കൺസിസ്റ്റൻസി ആയിട്ട് നല്ലപോലെ ആ ഒരു ഓയിലും ബദാമും എല്ലാം അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു അരയുന്ന സ്റ്റേജിൽ നമ്മൾ ഇതിനകത്ത് 1 സ്പൂൺ അലോവേര ജെല്ലും കൂടെ, നല്ല ഒരു വലിയ ടേബിൾ സ്പൂൺ, അതേ അളവിന് തന്നെ 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലൂടെ അതിനകത്തിട്ട് മിക്സ് ചെയ്യാം. പ്യുവർ അലോവേര ജെൽ എടുത്തു കഴിഞ്ഞാൽ എണ്ണ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് കേടായി പോവും, അത് ഇരിക്കത്തുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള അലോവേര ജെൽ എടുക്കുന്നതാണ് നല്ലത്. എടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, ഞാനത് നല്ലപോലെ അലോവേര ചേർത്ത് അരച്ച് ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതുപോലെ എടുക്കാം. ഇത് എടുത്തിട്ട് ശേഷം നമുക്ക്
എവിടെ വേണമെങ്കിലും നമ്മുടെ കയ്യിലോ കാലിലോ കഴുത്തിലോ ഇതൊരു നല്ല മോയ്സ്ചറൈസറായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ബദാമിൻ്റെ എന്തായാലും ബദാം ഫുള്ളായിട്ട് അങ്ങ് അരഞ്ഞ് ക്രീം പോലെ ആകത്തില്ലല്ലോ. അത് നിങ്ങൾ പക്ഷേ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തരച്ചെടുത്താൽ ആകും, പക്ഷേ അത് പെട്ടെന്ന് ചീത്തയായി പോകും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചീത്തയാകില്ല. ഇതുപോലെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ പൊടി അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. ഇതുപോലെ അങ്ങ് തട്ടിക്കളയുമ്പോൾ ഇപ്പോൾ കളയത്തില്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ചുളിവുകളുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മസാജ് ചെയ്യാം. മസാജ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വിട്ടേക്കാം. രാത്രിയൊക്കെ ഓവർനൈറ്റ് ഒരുപാട് എക്സ്ട്രാ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓവർനൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല റിസൾട്ട് കിട്ടും. നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രീം. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി പോലെ യൂസ് ചെയ്യാം. കൈകളിലും കാലുകൾക്കുമാണ് ഇത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആകുക. ഒരു മിറാക്കിൾ എഫക്റ്റ് തന്നെ കിട്ടും. നല്ല പോലെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ കഴിയുമ്പോഴത്തേക്ക് കൈ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ പൊടി എല്ലാം അങ്ങ് പോകും. എന്നിട്ട് അങ്ങനെ തന്നെ നമുക്ക് ത്രൂ ഔട്ട് ദ നൈറ്റ് വിട്ടേക്കാം. നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിലോ എന്തെങ്കിലും ഒരു തുണി എക്സ്ട്രാ വിരിച്ചിരുന്നാൽ കുഴപ്പമില്ല. നിങ്ങളൊരു 2-3 ആഴ്ച ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു എക്സ്ട്രാ ഡ്രൈനെസ് ഒക്കെ മാറി സ്കിന്ന് നല്ലൊരു ജീവനുള്ളതും ഒരു തിളക്കമുള്ളതുമായിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കഴുത്തിൽ ഇത് എപ്പോൾ അപ്ലൈ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലോവേറ ജെൽ അപ്ലൈ ചെയ്യില്ലേ കഴിഞ്ഞതിന് ശേഷം, ഇനി അലോവേറ ജെൽ അപ്ലൈ ചെയ്യേണ്ട. നിങ്ങൾ ഈ ഓയിൽ കഴുത്തിൽ ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ആ പൊടി അങ്ങ് തട്ടി കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും സൂപ്പർ റിസൾട്ട് ആയിരിക്കും. സ്കിൻ വൈറ്റനിങ് എന്ന് പറയാൻ പറ്റത്തില്ല. സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ നടക്കാത്ത കാര്യമാണ്. സ്കിൻ ലൈറ്റൻ ചെയ്യാൻ, അതായത് നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാൻ അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ എഫക്റ്റീവ് ക്രീമാണ്. എല്ലാവരും ഇന്ന് തന്നെ കുറച്ച് ആൽമണ്ട് വാങ്ങിച്ചിട്ട്, കുറച്ച് വാങ്ങിച്ചാൽ മതിയല്ലോ, കുറച്ച് വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.